യുഎഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് സ്വദേശിയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് മരിച്ചത്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും പ്രതിരോധിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗൾഫ് മേഖലയിലേക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം യുഎഇയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. യുഎഇയിലെ ഫുജൈറയിലാണ് സംഭവം. ഫുജൈറയിൽ അൽറിഫ മേഖലയിൽ ഫാം ഹൌസിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിക്കാണ് ജീവൻ നഷ്ടമായത്. ഇവിടെ വെച്ച് ആകാശത്ത് വെച്ച് ഡ്രോൺ പ്രതിരോധിക്കുന്നതിനിടെ ഡ്രോണിന്റെ അവശിഷ്ടം വീണാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഇതോടുകൂടി യുഎഇയിൽ ഇറാന്റെ ആക്രമണത്തിൽ അതോടൊപ്പം തന്നെ പ്രതിരോധത്തിലൊക്കെയായി ആകെ മരണം 12 ആകുകയും ചെയ്തു. മറ്റൊരു സംഭവം ഉണ്ടായത് ഉമ്മൽഖോയിലാണ്. ഉമ്മൽഖോയിൻ വ്യവസായ മേഖലയിൽ ഡ്രോണിന്റെ അവശിഷ്ടം വീണ് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുഎഇയിൽ ഇതുവരെ പരിക്കേറ്റത് 190 പേർക്കാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായി. ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് നടക്കുന്ന 5ാമത്തെ ആക്രമണമാണ് ഇത്. കുവൈറ്റിലെ വിമാനത്താവളത്തിലെ റഡാർ സംവിധാനമൊക്കെ നേരത്തെ തകർത്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ 5 തവണയുണ്ടായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് ഭാഗികമായി നിലച്ചിരിക്കുകയാണ്. ബഹ്റൈനിൽ ഒരു ആക്രമണം ഉണ്ടായത് ആമസോണിന്റെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു. ഇതേ തുടർന്ന് ബഹ്റൈനിൽ ആമസോണിന്റെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനം തകരാറിലായതായി റിപ്പോർട്ടുണ്ട്. മറ്റൊരു ആക്രമണം ബഹ്റൈനിൽ തുറമുഖത്തായിരുന്നു. ബഹ്റൈനിലെ വടക്കൻ തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ശക്തമായിട്ടുള്ള ഒരു തീപിടുത്തമായിരുന്നു ഇത്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനം യുഎഇക്ക് നേരെ മാത്രം 5 മിസൈലുകളും 35 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇതെല്ലാം പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.